250 കിലോമീറ്റർ വേഗത്തിൽ ബുള്ളറ്റ് ട്രെയിൻ പറക്കാനൊരുങ്ങുമ്പോൾ ഇന്ത്യയിലെ 42% യാത്രക്കാരും പറയുന്നത് ഒന്നുമാത്രം. രാജ്യത്തെ റെയിൽ ഗതാഗതം അടിമുടി മാറുന്ന കാഴ്ചയാണ് നാം കുറച്ചു വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വേഗതയ്ക്കൊപ്പം ആഡംബര സൗകര്യങ്ങളടക്കം കോർത്തിണക്കി യാത്രക്കാർക്ക് പുതിയ അനുഭവം പകരുവാൻ റെയിൽവേ ശ്രമിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്, ഗതിമാൻ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഈ പറഞ്ഞതിന് ഉദാഹരണമാണ്. പുതിയ സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ യാത്രാ സമയത്തിൽ വലിയ കുറവുണ്ടാകാൻ തുടങ്ങി. മാത്രമല്ല, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സർവീസ് ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്രക്കാർ ഏറ്റെടുത്തതോടെ വലിയ വരുമാനമാണ് റെയിൽവേക്ക് നൽകിയത്. കൂടാതെ അടുത്തു തന്നെ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യമായി സർവീസ് നടത്തുക. ഇതിനായുള്ള ജോലികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന 24 ബുള്ളറ്റ് ട്രെയിൻ വാങ്ങാനാണ് പദ്ധതി. 508 കിലോമീറ്റർ റൂട്ടിൽ 2026 മധ്യത്തോടെ സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ബുള്ളറ്റ് പോലുള്ള അതിവേഗ ട്രെയിൻ സർവീസുകൾ ഇന്ത്യയിൽ സർവീസ് നടത്തുമ്പോൾ സാധാരണക്കാരായ യാത്രക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്നത് ഒരു ചോദ്യമാണ്. വേഗത കൂടുന്നതിന് അനുസരിച്ച് പണം നൽകാൻ യാത്രക്കാർ തയ്യാറാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സർവേ റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ട്രെയിനുകളുടെ വേഗത കൂടുന്നതിനനുസരിച്ചുള്ള പണം നൽകാൻ യാത്രക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് സർവേയിൽ പ്രധാനമായും ചോദിക്കുന്നത്. റെയിൽ യാത്രി നടത്തിയ സർവേയിൽ സ്ഥിരമായി ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന 15,000 പേരാണ് പങ്കെടുത്തത്. ശരാശരി എത്ര വേഗതയിലുള്ള ട്രെയിനുകൾക്ക് അധിക തുക നൽകാൻ തയ്യാറാകുമെന്നാണ് സർവേയിൽ പ്രധാനമായും ചോദിക്കുന്നത്. 4 തരത്തിലുള്ള ട്രെയിൻ സർവീസ് ചൂണ്ടിക്കാട്ടിയാണ് സർവേ. യാത്രക്കാരിൽ നിന്നും വ്യത്യസ്തമായ മറുപടിയാണ് ലഭിച്ചത്. സർവേയിൽ പങ്കെടുത്ത 59% യാത്രക്കാരും സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്ക് അധിക തുക നൽകാൻ തയ്യാറാണെന്ന് മറുപടി നൽകി. അതേസമയം 73% പേരും 55 കിലോമീറ്റർ വേഗതയിൽ താഴെ വേഗതയിൽ ഓടുന്ന ട്രെയിനുകൾക്ക് അധിക തുക നൽകാൻ തയ്യാറല്ല. 50 മുതൽ 75 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ട്രെയിനുകൾക്ക് അധിക തുക നൽകാൻ 23% യാത്രക്കാർ തയ്യാറാണെന്ന് സർവേയിൽ പറയുന്നു. സർവേയിൽ പങ്കെടുത്ത 41% പേരും 75 മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾക്ക് അധിക തുക നൽകാമെന്ന് മറുപടി നൽകി. എന്നിരുന്നാലും ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ കവിഞ്ഞാലും അധിക തുക നൽകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ 42% യാത്രക്കാരുണ്ട്. സർവേയിലെ ഏറ്റവും രസകരമായ മറുപടിയാണിത്. അതേസമയം 2026ഓടെ സർവീസ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന് 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇതുവരെ 12 മണിക്കൂർ ആവശ്യമായ യാത്രകൾക്ക് 3.5 മണിക്കൂർ മാത്രം മതിയാകും. ഈ വേഗത കൈവരിക്കുന്നത് കൊണ്ട് തന്നെ നിരക്കും ആ തരത്തിലാകും. ഇത് സാധാരണ യാത്രക്കാർക്ക് എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് കണ്ടറിയണം. നിലവിൽ ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ സാധാരണക്കാരായ യാത്രക്കാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ജപ്പാനിലെ E5 ശ്രേണിയിലുള്ള അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകളുടെ മാതൃകയിലാണ് ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 320 കിലോമീറ്റർ വേഗത്തിൽ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും. വന്ദേ ഭാരത് ട്രെയിനുകൾ മണിക്കൂറിൽ പരമാവധി 220 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. 54 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗം കൈവരിക്കാനാകുന്ന ട്രെയിനുകളാണ് നിർമ്മാണത്തിലുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കി. തദ്ദേശീയ സാങ്കേതിക വിദ്യയും ആഭ്യന്തര ഉൽപാദനവും കൂടുതലായി പ്രയോജനപ്പെടുത്തിയാണ് നിർമ്മാണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജപ്പാനിലെ സഹകരണവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത പടിഞ്ഞാറൻ ഇടനാഴിക്ക് ബദലായിട്ടാണ് മറ്റു 3 റെയിൽവേ ഇടനാഴികളും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.